ഹായ്, നമ്മൾ പുതിയ 2 മെത്തേഡ് പഠിക്കാൻ പോവാണ്. നമ്മുടെ മെത്തേഡ് 7 ആൻഡ് മെത്തേഡ് 8 ആണ് നമ്മളിനി പഠിക്കാൻ പോണത്. ഇതൊരു പക്ഷേ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷേ ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന്. അതായത് ഇഫ് ദ പ്രസൻറ്റ് പോപ്പുലേഷൻ ഓഫ് എ ടൗൺ എന്ന് പറയുന്ന പി ആണെന്ന് വിചാരിക്കുക. ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ പി ആണെന്നിരിക്കട്ടെ. ഓക്കെ, പോപ്പുലേഷൻ നമുക്കറിയാം ഓരോ വർഷവും ഒരു പർട്ടിക്കുലർ റേറ്റ് വെച്ച് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് വിചാരിക്കാം ഒരു 6% എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓരോ വർഷവും 6% വെച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ n വർഷങ്ങൾക്ക് ശേഷം, എന്ന് വെച്ചാൽ ഞാൻ ജനറൽ പറഞ്ഞാൽ ചിലപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം എത്രയാണ്, അല്ലെ 10 വർഷങ്ങൾക്ക് ശേഷം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് ഇത്. P × 1 + r/100⁻n. ഇതിൽ ഓരോ പേര് നിങ്ങൾക്ക് മനസ്സിലാക്കാം. P എന്ന് പറയുന്നത് പ്രസൻറ്റ് പോപ്പുലേഷൻ, R എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കൂടുന്നുള്ളതാണ് R. നിങ്ങൾക്ക് എത്ര വർഷത്തിന് ശേഷമുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്, അതാണ് N. 10 വർഷത്തിന് ശേഷമുള്ള കണ്ടുപിടിക്കാൻ നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 10 കൊടുക്കുക. ഇത് ഈ പോപ്പുലേഷൻ കണക്കിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ, ഒരു സാധനത്തിൻ്റെ വസ്തുവിൻ്റെ വില, ഫോർ എക്സാമ്പിൾ നമുക്കൊരു വസ്തുവിൻ്റെ ഒരു പ്ലോട്ടിൻ്റെ വില, ഒരു വസ്തുവിൻ്റെ ഇപ്പോഴത്തെ വില മാർക്കറ്റിൽ ചിലപ്പോൾ 5 ലക്ഷം രൂപയായിരിക്കും. ഓരോ വർഷവും ആ സ്ഥലത്തിൻ്റെ വില ചിലപ്പോൾ ഒരു 3% വെച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, കൂടുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം ആ സ്ഥലത്തിന് എത്രയായിരിക്കും അതിൻ്റെ വാല്യൂ. അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ വില, നമ്മളൊരു പുതിയൊരു വണ്ടി മേടിച്ചു, ആ വണ്ടിക്ക് ഓരോ വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഇത്ര % വെച്ച് വണ്ടിയുടെ വില നാച്ചുറലി കുറയും. എങ്കിൽ നമ്മൾ 8 വർഷം ഉപയോഗിച്ചതിന് ശേഷം വണ്ടി കൊടുക്കുമ്പോൾ ഏകദേശം എത്ര കിട്ടും. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം, n വർഷങ്ങൾക്ക് ശേഷമുള്ളത് മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള വില കണ്ടുപിടിക്കാനും ഇതേ കാര്യം ഉപയോഗിക്കാം. അതായത് ഒരു സാധനത്തിൻ്റെ ഇപ്പോഴത്തെ വില ഇത്രയാണ്. ഓരോ വർഷവും ഈ പറഞ്ഞ കണക്ക് 6% വെച്ച് വിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ n years ago മുമ്പത്തെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഇതേ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ചെറിയൊരു ചേഞ്ചോടെ. എന്താണ് ചേഞ്ച്? ആ P ഇൻറ്റു എന്നുള്ളത് മാറ്റി P / 1 + r/100⁻n എന്ന് ഉപയോഗിക്കണം. ഓക്കെ, ഈ ആറിൻ്റെ വില പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കുക, ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആഫ്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഏത് ഉപയോഗിക്കണം? P × 1 + r/100⁻n. മുമ്പത്തെ വിലയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ P / 1 + r/100⁻n ഉപയോഗിക്കണം. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. നമുക്കൊരു 2 കണക്ക് നോക്കാം. ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻക്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം ആറിൻ്റെ വില നമ്മൾ എന്തായിട്ട് എടുക്കും, പോസിറ്റീവായിട്ട് എടുക്കും. ഓക്കെ, എത്ര ശതമാനം? 5% വെച്ച്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ R എത്രയാണ്, 5 ചൂസ് ചെയ്യാം. ഇഫ് ദ പ്രസൻറ്റ് പോപ്പുലേഷൻ ഈസ് 84,000, അപ്പം നമ്മുടെ P നമ്മൾ എത്രയായിട്ട് എടുക്കുക, 84,000. വാട്ട് വിൽ ബി ഇറ്റ് ഇൻ 2 years ടൈം? 2 വർഷത്തിന് ശേഷമുള്ള. അപ്പം നമ്മൾ എന്നായിട്ട് എത്ര എടുക്കുക, 2 എടുക്കുക. അപ്പം ആഫ്റ്റർ ഉള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഇതായിരിക്കും P × 1 + r/100⁻n. ഇനി ഓരോ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾ കമ്പ്യൂട്ടർ എടുക്കുക, കാൽക്കുലേറ്ററിലോ അല്ലാതെ നിങ്ങൾ കമ്പ്യൂട്ടർ എടുക്കുക. 1 + 5/100 അതെന്ന് വെച്ചാൽ 105/, ഇത് നിങ്ങൾക്ക് എഴുതാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു നിൽക്കാം. 1 + 5/100 ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ 100 ഇങ്ങോട്ട് കൊണ്ട് ഗുണിക്കുക. അപ്പം 100 + 5. ഇനി മൊത്തത്തിൽ ഡിവൈഡ് ബൈ എന്ത് കൊടുക്കുക, 100 കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അതെന്ത് വരും, 105/100. അങ്ങനെയാണ് ഇത് ഇവിടെ ഈ 105/100 വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കണക്ക് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. ഇനി വീണ്ടും ഇതേ ടൈപ്പ് മറ്റൊരു കണക്ക് പോപ്പുലേഷനോട് ബന്ധപ്പെട്ടാണ്. പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻക്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി R നമ്മുടെ പ്ലസ് ആയിട്ട് എടുക്കേണ്ടത്. അതിൻ്റെ റേറ്റ് എത്രയാണ്, 5%. സോ നമ്മുടെ R എത്രയാണ്, 5.
ഇഫ് ദ പ്രസന്റ് പോപ്പുലേഷൻ ഈസ് 4410, അപ്പോൾ നമ്മുടെ പി എത്രയാണ്? 4410. വാട്ട് ഇറ്റ് വാസ് 2 years ago, 2 വർഷം മുമ്പുള്ള കാര്യമാണ് ചോദിക്കുന്നത്. മുമ്പുള്ള കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫോർമുല ഡിവൈഡഡ് ബൈ യൂസ് ചെയ്യുക. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ നമ്മൾ പിയുടെ വില കൊടുക്കുന്നു, ആറിൻ്റെ വില കൊടുക്കുന്നു, കമ്പ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് മെത്തേഡ്, ഒരു എട്ടാമത്തെ മെത്തേഡ് ഇത്രേ ഉള്ളൂ. ഇഫ് എ നമ്പർ എ എന്ന് പറയുന്ന ഒരു നമ്പർ എ ഈസ് ഇൻക്രീസ്ഡ് സക്സസീവ്ലി ബൈ X%, ഫസ്റ്റ് ഇയറിൽ X%. ഓക്കെ, അടുത്ത വർഷം ഫോളോഡ് ബൈ നെക്സ്റ്റ് ഇയറിൽ Y%. അടുത്ത വർഷമുള്ളൂ, ഇയർ എന്നല്ല, ഒരു നെക്സ്റ്റ് ടൈം അത്ര വ്യത്യാസം വന്നു. അതിൻ്റെ അടുത്ത തവണ എത്ര വ്യത്യാസം വന്നു? Z% വ്യത്യാസം വന്നു. എങ്കിൽ നമുക്കൊരു പുതിയൊരു എ ആയിരിക്കുമല്ലോ കിട്ടാൻ പോണത്. എ എന്നുള്ള വില മാറിയിട്ട് ഒരു A* എന്നുള്ള പുതിയ വില. ഓക്കെ, എങ്കിൽ ആ പുതിയ വില എത്ര? ആ പുതിയ വില കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്രയാണ്: A ഇൻറ്റു 1 + X/100 1 + Y/100 ഇൻറ്റു 1 + Z/100. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ മുമ്പത്തായിട്ടൊരു ചെറിയൊരു കണക്ഷൻ ആണ്, അറിയോ? അവിടെ എല്ലാ വർഷവും 6% വെച്ചാണ് പോകുന്നുണ്ടെന്ന്. അപ്പോൾ എല്ലാ വർഷവും 6 എന്ന് വന്നിട്ടുന്നുണ്ട്. എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും സ്ഥാനത്ത് നിങ്ങൾ എന്ത് കൊടുക്കുക? 6 എന്ന് കൊടുക്കുക. എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെ സ്ഥാനത്ത് 6 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെ മാറിയനെ 3 തവണ ഗുണിക്കുന്നുണ്ട് ഇങ്ങനെയാണ്. ഓക്കെ, പിടിയോ? നമ്മുടെ മുമ്പ് പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് ആക്ച്വലി. അപ്പോൾ വാല്യൂ ഇതായിരിക്കും, പുതിയ വാല്യൂ ആഫ്റ്റർ 3 yearsലുള്ള വാല്യൂ ഇതായിരിക്കും. ആ ഒരു ടൈപ്പ് ഇക്വേഷൻ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വലിയ പാടൊന്നുമില്ല. ഇനി നമ്മൾ എക്സിൻ്റെ വില പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. നമുക്ക് ഈ പോപ്പുലേഷൻ്റെ കാര്യം തന്നെ നോക്കാം. പോപ്പുലേഷൻ ഓഫ് എ ടൗൺ എന്ന് വെച്ചത് 1,44,000 അല്ലേ? ഓക്കെ, 1,44,000. ഇറ്റ് ഇൻക്രീസ്ഡ് 5% ഡ്യൂറിങ് ഫസ്റ്റ് ഇയർ. ഒന്നാമത്തെ വർഷം എത്ര ശതമാനം കൂടി? 5% കൂടി. ഓക്കെ, ഇനി സെക്കൻഡ് ഇയർ ഇറ്റ് ഡിക്രീസ് ബൈ 10%. ഡിക്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര എടുക്കുക? -10% എടുക്കേണ്ട, -10 എന്ന് എടുക്കുക. ഓക്കെ, അടുത്ത വർഷം എന്താണ്? ഇൻക്രീസ് ആണ്, വീണ്ടും 15%. ഓക്കെ, പിടിയോ? ഇത് നേരത്തെ ഇത് കണക്കോട്ട് ചെയ്തിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? നേരത്തെ ഇങ്ങനെ പല പെർസെൻറ്റേജ് തരത്തില്ല, ഒരു സെയിം പെർസെൻറ്റേജാണ്. 5% ആനുവൽ, എല്ലാ വർഷം 5% ഒറ്റ രീതിയിലാണ്. ഇവിടെ അങ്ങനെയല്ല, ഓരോ വർഷം നമുക്ക് അതാത് വർഷത്തെ പ്രത്യേകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അത്തരം സിറ്റുവേഷനാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. പിടിയോ? ഇനി ഒരു 4ാമത്തെ വർഷത്തെ കാര്യം കൂടെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 4ാമത്തെ വർഷത്തെ കാര്യം കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വിലയും കൂടെ ഒരു W/100 കൂടെ ചേർക്കുക. ഓക്കെ, നമുക്കിപ്പോൾ 3 വർഷത്തെ കാര്യമുള്ളൂ, അപ്പോൾ ഇത് വേണ്ട, ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കണക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പി എത്രയാണ്? 1,44,000, X5, Y-10, Z15. സോ നമ്മൾ പോപ്പുലേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ഓക്കെ, A ഇൻറ്റു 1 + X/100 1 + Y/100 1 + Z/100. സോ ഓരോ വിലയും കൊടുക്കുക. X5 കൊടുത്തു, Y-10 കൊടുത്തു, Z15 കൊടുത്തു. നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. എല്ലാ വർഷവും കൃത്യം ഒരു 6% വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ. ഇനി അങ്ങനെയല്ല, ഓരോ വർഷവും വ്യത്യാസപ്പെട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ പോകും. 1 + Y/100 1 + Z/100. ഇനി ഉണ്ടെങ്കിൽ ഇനി ഇതുപോലെ കീഴിൽ പോകും, എത്ര വർഷത്തെയാണോ അത്. സോ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ.